കാട്ടാളൻ സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേദിവസം ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ കത്തിച്ചൊരു കാര്യമുണ്ട്. ഇതിനകത്ത് അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് പുറത്തു വിട്ടേക്കുന്ന ലോഡ് മാർക്കും മമ്മൂട്ടിയും മോഹൻലാലും കാട്ടാളനകത്തുണ്ട്. കുറേ പേരൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ചിലർ ഇത് അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷേ പടത്തിനകത്ത് അങ്ങനെ ഒരു രംഗമുണ്ട്. ഒരാൾ തിരിഞ്ഞു നിൽക്കുന്നു, നമുക്ക് ഒരു വശത്തുനിന്ന് നോക്കിയാൽ മോഹൻലാലെന്ന് നല്ല വളരെ ബുദ്ധിപരമായിട്ടൊരു ഡയറക്ഷനാണത്. കാരണം ഒരു ഫുൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടിയാണെന്ന് തോന്നും. പിന്നീട് ചർച്ചകൾ വന്നത് മമ്മൂട്ടിയാണ് ലോഡ് മാർക്കായിട്ട്, മോഹൻലാലാകാൻ ചാൻസ് കുറവാണ്, മമ്മൂട്ടിയാണ് ലോഡ് മാർക്കോ എന്ന് പറയുമ്പം ഹനീഫ് അദേനി എന്ന് പറയുന്ന ഡയറക്ടറാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്നും അതിനകത്ത് പറയുന്നുണ്ട്, ആ സിനിമയ്ക്കകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം ഹനീഫ് അദേനി ഡയറക്റ്റ് ചെയ്ത പടം ഗ്രേറ്റ് ഫാദറാണ്. അന്നത്തെ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ഗ്രേറ്റ് ഫാദർ, നല്ല സിനിമയായിരുന്നു. അത് കഴിഞ്ഞ് ഷാജി പടൂർ സംവിധാനം ചെയ്ത പടം അബ്രഹാമിന്റെ ശ്രദ്ധയിലിനകത്ത് സ്ക്രിപ്റ്റ് കഥ തിരക്കഥ സംഭാഷണം ഹനീഫ് അദേനിയാണ്. ഹനീഷ് മമ്മൂട്ടി പടം ചെയ്തില്ല, മാർക്കൊക്കെ ചെയ്ത് സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുണ്ട്. രണ്ടുമൂന്ന് ഫ്ലോപ്പുകളൊക്കെ ഹനീഫ് അദേനി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹനീഫ് അദേനി നല്ല ഡയറക്ടറാണ്. പക്ഷെ ഒരു 50-50 ചാൻസേ എനിക്ക് തോന്നുന്നുള്ളൂ മമ്മൂട്ടി ലോഡ് മാർക്കോയിൽ വരാനുള്ള ചാൻസ്. കാരണം ഇതൊരു സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഒരു നമ്പറായിട്ട് എനിക്ക് തോന്നിയത്. അവരുടെ രീതിയിൽ നോക്കിയാൽ പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ നമ്പറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ക്യൂബ്സ് എന്റർടൈൻമെന്റ് പറഞ്ഞ മമ്മൂട്ടിക്ക് ഒരു പടമുണ്ട്, ഇനി എല്ലാ ആരാധന വിചാരിച്ചിരിക്കുന്നത് അത് ലോഡ് മാർക്കായിരിക്കും. ഒരു അങ്ങനെ വരാനുള്ള ചാൻസ് കുറവാണ്. വന്നാൽ ചിലപ്പോൾ സൂപ്പർ ആയിരിക്കും. ഇദ്ദേഹം പറഞ്ഞനുസരിച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഷെരീഫ് മുഹമ്മദ് പറഞ്ഞനുസരിച്ച് അനിരുദ്ധ് മ്യൂസിക്കും വലിയ വലിയ സ്റ്റണ്ട് മാസ്റ്ററൊക്കെ വന്നു കഴിഞ്ഞ് ലോഡ് മാർക്ക് വന്ന് ഗംഭീര സ്ക്രിപ്റ്റൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷെ അതിനുള്ള ചാൻസുകൾ വളരെ വിരളമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത എന്തായാലും മമ്മൂട്ടി പടങ്ങളിലൊന്നും ഇതൊന്നും വരുന്നില്ല. കണ്ണൂർ സ്കോഡും CBI 6ഉം അതുപോലെ തന്നെ നിതീഷ് സഹദേവന്റെ പടവും മട്ടാഞ്ചേരി മാഫിയയും അങ്ങനെ കുറേ സിനിമകൾ അണിനിരയിൽ ഒരുങ്ങുന്നുണ്ട്. എൻ്റെ കൂട്ടത്തിൽ ഇതുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഈ കാണുന്ന പ്രേക്ഷകർക്ക് ലോഡ് മാർക്കോയിൽ മമ്മൂട്ടി വരുന്നതാണോ മോഹൻലാൽ വരുന്നതാണോ ഉചിതം? നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക.